മെസ്സിയുടെ കാര്യം അങ്ങനെ തീരുമാനമായി. വരും എന്ന് പറഞ്ഞിട്ട് ഞാൻ എത്ര പത്രസമ്മേളനം നടത്തി. അതൊക്കെ നമ്മൾ വിശ്വസിക്കുകയും ചെയ്തു. ഇപ്പൊ എന്താ സംഭവിച്ചിട്ടുള്ളത്? ഒന്നും ഇവിടെ സംഭവിച്ചിട്ടില്ലല്ലോ. സംഭവിക്കുമെന്ന് പറഞ്ഞത് സംഭവിച്ചില്ല, അത്രേ ഉള്ളൂ. മാർച്ചിൽ ഇത് നവംബറിലുള്ള കളി 2 മാസം കൂടെ അത്രയും നല്ലതാണെന്ന്. അത്രയും സമയം കൊണ്ട് പ്രാക്ടീസ് ചെയ്ത് മെസ്സിക്ക് ഒന്നുകൂടി മെച്ചപ്പെടുകയും ചെയ്യാം. മാർച്ച് വിൻഡോയിൽ കളി നടത്തണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ്. മെസ്സി ബാക്ക് കളിക്കണോ ഫോർവേഡ് നിൽക്കണോ എന്നുകൂടി ഇവിടെ തീരുമാനിക്കും. എനിക്കിതാ നിങ്ങൾ ഇവിടെ വന്നോണം എന്ന് പറഞ്ഞ് കൊണ്ടുവരാൻ കഴിയും, പക്ഷെ മാച്ച് കളിക്കാൻ കഴിയില്ല. പിന്നെ എന്തിനു കഴിയും? ഞങ്ങൾ വേണമെങ്കിൽ പത്രസമ്മേളനം നടത്താം, ഞങ്ങൾ റോഡ് ഷോ നടത്താം എന്നൊക്കെ അവർ പറയുന്നുണ്ട്. ആൻഡോ സാറ് പറഞ്ഞാല് മിമിക്സ് പരേഡും സിനിമാറ്റിക് ഡാൻസും വരെ അവർ ചെയ്യും. അവർ പറയുന്നത് എന്തുകൊണ്ടാ? കേരളത്തിൽ കളിക്കാൻ ആഗ്രഹമുള്ളതുകൊണ്ടല്ല. അതാവില്ല, അന്നത്തെ ഡയലോഗിൽ പേടിച്ചിട്ടായിരിക്കും. ഇത് വിജയിച്ചാൽ ഗുണം ചെയ്യാൻ പോകുന്നത് കേരളത്തിന് മാത്രമല്ല അർജന്റീന ടീമിനും കൂടി ആയിരുന്നു. അത് അവർ മനസ്സിലാക്കി വന്നാൽ നല്ലത്, അല്ലെങ്കിൽ അതിന്റെ നടപടി സ്വീകരിക്കും. റോഡ് ഷോ വാർത്താ സമ്മേളനം പ്ലാൻ ഒന്ന് നോക്കിയാലോ? എല്ലാവരും മുന്നിൽ നമ്മൾ വലിയ ആളാവും. അതിപ്പോഴേ ആണല്ലോ. പക്ഷെ അങ്ങനെ ആളാവാൻ വേണ്ടിയിട്ടല്ല ഈ പണിക്ക് ഇറങ്ങിയിരിക്കുന്നേ. പിന്നെ ഇതും കൊണ്ട് എല്ലാ ജനങ്ങൾക്ക് ഉപകാരം ഉണ്ടാവണ്ടേ? മത്സരം നടന്നാൽ ജനങ്ങൾക്ക് 10 കിലോ അരി ഫ്രീ ആയിട്ട് കിട്ടും. ഇതിവിടെ ഗോട്ടി കളിക്കല്ല, ഇവർ ഇന്റർനാഷണൽ മാച്ച് കളിക്കാണ്. ഇപ്പോഴെങ്കിലും അത് മനസ്സിലായല്ലോ. ഞാൻ പറഞ്ഞത്, ഞാൻ എടുത്ത റിസ്ക്കും ഞാൻ എടുത്ത എഫേർട്ടും ഇന്ത്യയിൽ ഒരാളും എടുത്തിട്ടില്ല. അർജന്റീനയിലും ആരും എടുത്തിട്ടുണ്ടാവില്ല. ഏതെങ്കിലും ഒരു സർക്കാർ പോലും എടുത്തിട്ടില്ല. പക്ഷെ വിൻഡോ മാത്രം സെറ്റായില്ല. കാരണം അറ്റ്ലീസ്റ്റ് ഇതിനെക്കുറിച്ച് ധാരണയുള്ള മാധ്യമങ്ങളെ ഈ പണിക്ക് ഇറങ്ങാൻ പാടുള്ളൂ എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അതാണ് എന്റെ അഭിപ്രായം.